അൽഹംദുലില്ലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ നഹ്വു സഗീറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് അല്ലേ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. മൂന്നാമത്തെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് മൊത്തം നഹ്വിൻ്റെ ഒരു പ്ലാന് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ആദ്യം എങ്ങനെയാണ് ഫസ്റ്റ് രണ്ടായിട്ട് വേർതിരിക്കുന്നത് നഹ്വിനെ. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ അഹ്കാമുൽ കലിമ, അഹ്കാമുൽ കലാം. ഈ കലിമത്തിനെ കുറിച്ച് 3 കാര്യങ്ങളാണ് അല്ലേ. ഒന്നാമത്തെ ഇസ്മുൽ ഫിഅൽ ഹർഫ്, രണ്ടാമത്തെ നക്കിറ മാരിഫ, മൂന്നാമത്തെ മുഅറബ് മബ്നി. അപ്പോൾ ഇതിൽ ഇസ്മുൽ ഫിഅലും ഹർഫും എന്തൊക്കെയാണ്, അതെങ്ങനെ വേർതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തേത് ഇന്ന് പറയാനുള്ള കാര്യം അന്നക്കിറത്തു വൽ മാരിഫ. എന്താണ് നക്കിറയും മാരിഫയും? ഇതിൽ കിതാബിൽ കൊടുത്തിട്ടുള്ളത് അല്ല, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പല രീതികളുണ്ട്. ഒരാശയം എന്താണെന്ന് മനസ്സിലാക്കാൻ താരീഫ് പറയാം. ഇത് താരീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ഇസ്മുൽ ഫിഅൽ ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളെന്താ പറഞ്ഞത്, നമ്മളതിൻ്റെ അലാമത്തുകൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷേ സാധാരണ നഹ്വിൻ്റെ കിതാബുകളിലൊക്കെ എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമുള്ളതും കാലവുമായിട്ട് ബന്ധമില്ലാത്തതും ആയിട്ടുള്ള കലിമത്ത്, വാക്ക്. അപ്പോൾ ഇതാണ് താരീഫിൻ്റെ രീതി, ഡെഫിനേഷൻ പറയാം, അത് ചെയ്യാം. മറ്റൊരു രീതി നമ്മൾ ഈ കിതാബിൽ കണ്ടതുപോലെ അലാമത്തുകൾ അല്ലെങ്കിൽ ലവാബിത്തുകൾ. ഇസ്മാണെങ്കിൽ അതിന് തൻവീന് ഉണ്ടാവും, അതായത് തൻവീന് വന്നാൽ അത് ഇസ്മായിരിക്കും, അതുപോലെ ജർ വന്നാൽ ഇസ്മായിരിക്കും. ഇങ്ങനെ അതിൻ്റെ ലവാബിത്തുകൾ പറയാം. അതുപോലെ ഹസ്ർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്മ എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ഇസ്മ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ഇസ്മ. മിസാലുകൾ പറഞ്ഞിട്ട്, മിസാലല്ല, ഹസ്ർ എന്ന് പറഞ്ഞാൽ ഇസ്മു ഫിഅൽ ഹർഫ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഇസ്മും ഒരാൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. പക്ഷെ സാധിക്കില്ല, ഇത്രയധികം ഇസ്മുകളുണ്ട്. അതുപോലെ മിസാൽ, ഉദാഹരണങ്ങൾ പറഞ്ഞെടുക്കുക. ഷജറത്തുൻ, കലമുൻ, മുഹമ്മദുൻ, ഇങ്ങനെ പറയുന്നതാണ് ഇസ്മുകൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞെടുക്കാം. കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത രീതികളാണ്, ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള രീതികളാണ്. അപ്പോൾ ഇവിടെ ലവാബിത്ത് ഉപയോഗിച്ചിട്ടാണ് നക്കിറ മാരിഫ് എന്താണ് ഈ കിതാബിൽ പറയുന്നത്. എന്താണ് നിങ്ങൾ മത്തിനിൽ കാണുന്നത്? നക്കിറ എന്ന് പറഞ്ഞാൽ കുല്ലു ഇസ്മിൻ യഖ്ബലു അൽ, അലിഫ്ലാം അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന അലിഫ്ലാം, അത് സ്വീകരിക്കുന്ന ഇസ്മുകൾക്കാണ് നക്കിറ എന്ന് പറയുന്നത്. കിതാബുൻ, അൽ കിതാബു, നക്കിറ. കിതാബുൻ എന്നുള്ളത് നക്കിറ മാരിഫയാണ്, നക്കിറ. കാരണം എന്താ, കിതാബ് എന്നുള്ള വാക്ക് അൽ എന്നതിനെ സ്വീകരിക്കാൻ റെഡിയാണ്. അത് സ്വീകരിച്ചിട്ടല്ലേ അൽ കിതാബായി മാറുന്നത്, അത് നക്കിറ. മാരിഫ എന്ന് പറഞ്ഞാലോ അല്ല് വരില്ല. ഇപ്പോൾ സെയ്ദുൻ, അല്ല് വരുമോ സെയ്ദിൻ്റെ മുമ്പ്? വരില്ല. അപ്പോൾ ഇതാണ് നക്കിറ മാരിഫയും. ഇതൊരു രീതി, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നാം. അതുകൊണ്ട് വേറെ രീതി കൂടി ഈ കിതാബിൽ പറയുന്നുണ്ട്. എന്താണ് ലവാബിത്തുകളുടെ രീതി? ലവാബിത്തല്ല, ഹസ്ർ. മൊത്തം നക്കിറകൾ ഏതൊക്കെയാണ്? മൊത്തം നക്കിറകൾ എന്തൊക്കെയാണ് അറബിയിലുള്ളത്? എത്ര നക്കിറകളുണ്ട് എന്ന് പറയാം. എല്ലാ നക്കിറിൻ്റെയും എണ്ണി പറയല്ല, നക്കിറകളെ വ്യത്യസ്ത ഇനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, 6 ഇനങ്ങളായിട്ട്. അപ്പോൾ ആ 6 ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിലാണ് ഇനി വിശദീകരിക്കുന്നത്. നക്കിറല്ല, മാരിഫ. മാരിഫകൾ 6 ഇനങ്ങളാണ്, അതല്ലാത്തതൊക്കെ നക്കിറാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ 6 നക്കിറകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6 മാരിഫകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ലമീർ. ലമീർ എന്ന് പറഞ്ഞാൽ എന്താ? ലമീർ എന്ന് പറഞ്ഞാൽ ഹുവ, ഹുമ, ഹും എന്നൊക്കെ പറയുന്നത്. അതെന്താണ് ശരിക്ക്? കുല്ലു ഇസ്മിൻ ദല്ല അല അന്ന സാഹിബഹു മുത്തക്കല്ലിമുൻ ഔ മുഖാത്തബുൻ ഔ ഗായിബുൻ. അത് ഇസ്മുകളാണ്. ആ ഇസ്മിൻ്റെ പ്രത്യേകത അതിൻ്റെ ആൾ, ആ ഇസ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ സംസാരിക്കുന്ന ആളാണോ, കേൾക്കുന്ന ആളാണോ, ഇത് രണ്ടും അല്ലാത്ത വേറൊരാളാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ, അയാൾ ഏത് പേഴ്സണാണ്, സംസാരിക്കുന്ന ആളാണോ, കേൾക്കുന്ന ആളാണോ, തേർഡ് പേഴ്സൺ ആണോ എന്ന് അറിയാൻ സാധിക്കുന്ന ഇസ്മുകൾ, അതാണ് ലമീർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹുവ എന്ന് പറഞ്ഞാൽ ഗായിബാണ്, ഇവിടെ ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കാം. അതാണ് ലമീറുകൾ അല്ലേ. ഇനി ലമീറുകളെ പോയത്
ലമീറുകളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. ലമീർ മുത്തസിലും ലമീർ മുൻഫസിലും. ലമീർ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കിതാബുഹു എന്ന് പറയാറുണ്ട് നമ്മൾ, അവൻ്റെ പുസ്തകം അല്ലേ. അപ്പോൾ ആ ഹു എന്നുള്ളത് ലമീർ മുത്തസിലാണ്. ലമീർ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഹുവ. പിന്നെ ലമീർ മുത്തസിൽ ഏതൊക്കെയാണ്, മുൻഫസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ലമീർ മുത്തസിൽ എത്ര ഉണ്ട്? 9 ഉണ്ട് അല്ലേ. 9 ലമീർ മുത്തസിലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നക്കിറ മാരിഫയിൽ നമ്മൾ ഹസ്റിൻ്റെ രീതിയിൽ വിശദീകരിക്കാൻ പോകണം. ഒന്ന് മാരിഫകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് അൽ ലമായിർ അല്ലേ. ലമായിറുകൾ തന്നെ ലമീറുൻ മുത്തസില അല്ലെങ്കിൽ ലമായിറു മുത്തസില. ലമായിറു മുത്തസില, ലമായിർ മുത്തസില ഏതൊക്കെയാണ്? 9 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 9 ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് കിതാബുഹു, അവൻ്റെ പുസ്തകം. ഒരു മിനിറ്റ്. ഖറഅത, ഈ ത ലമീറല്ലേ അല്ലേ. പിന്നെ ദഹബു, ഈ വാവ് ലമീറല്ലേ, അവർ ഒരു സംഘം ആളുകൾ എന്നുള്ള. പിന്നെ ജലസ, ഈ അലിഫ് ലമീറല്ലേ. സജദ്ന, അവരൊരു സംഘം സ്ത്രീകൾ സുജൂദ് ചെയ്തു, ലമീറല്ലേ. ഇസ്മഈ, ഒരു പെണ്ണിനോട് പറയണം നീ കേൾക്കുക എന്ന് പറഞ്ഞ് യാ ഉൽ മുഖാത്തബ, അതൊരു ലമീറല്ലേ അല്ലേ. ഇത് ലമീറല്ലേ, നീ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താ, ഈ വാവ്, അലിഫ്, നൂന്, യാ, ഇതൊക്കെ ലമീർ മുത്തസിലാണ്. ഇപ്പോൾ തന്നെ 5 എണ്ണമായി. ഇനി വേറെ ഉദാഹരണം, റഅയ്തുഹു, 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 ഈ ഹു എന്താണ്? ലമീറല്ലേ, ഞാൻ അവനെ കണ്ടു. വേറൊന്ന് റആനി, അവൻ എന്നെ കണ്ടു. ഈ യാവും ഈ യാവും ഒന്നാണോ? അല്ല, അതൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഉള്ള യാ ആണ്. ഇത് ഞാൻ എന്നുള്ള യാ ആണ്, റആനി. പിന്നെ റഅയ്തുക, ഞാൻ നിന്നെ കണ്ടു. 3. ഇപ്പം എത്ര എണ്ണമായി മൊത്തം ലമീറുകൾ? 8 എണ്ണം. ലമായിർ മുത്തസിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 9 എണ്ണം. 5 ആയി, 3 8 ആയി. ഓരോന്ന് ജലസ്ന, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നു. ഈ നാ ഉണ്ടല്ലോ, ഞങ്ങൾ എന്ന് പറയുന്ന നാ. ഇപ്പോൾ 9 എണ്ണമായില്ലേ. ഇനി ഈ 5 എണ്ണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഈ 5 എണ്ണം മർഫു ആണ്. അത് കുറച്ച് നഹു മുമ്പ് പഠിച്ചവർക്ക് അറിയാം, അല്ലാത്തവർ തൽക്കാലം ക്ഷമിക്കുക. മർഫു എന്ന് പറഞ്ഞാൽ ഫാഇലിൻ്റെ സ്ഥാനത്ത്, റഫ് ചെയ്യപ്പെടുന്ന സ്ഥാനത്ത് ഏത് വരുള്ളൂ. ഇപ്പോൾ ഖറഅ സെയ്ദുൻ എന്ന് പറയുമ്പോൾ സെയ്ദ് മർഫു അല്ലേ, ആ സെയ്ദിൻ്റെ സ്ഥാനത്താണ് ഖറഅത എന്ന് നിൽക്കുന്നത്. ദഹബു എന്നുള്ളത് അവർ പോയി എന്ന് പറയുമ്പോൾ ഈ വാവ് ഫായിലല്ലേ. അതുപോലെ ജലസ ഫായിലല്ലേ. ഇവിടെ പിന്നെ ഇസ്മായിരുന്നെങ്കിൽ ഇസ്മുൻ ലാഹിർ, ലമീറിൻ്റെ ഓപ്പോസിറ്റാണ് ഇസ്മുൻ ലാഹിർ, പ്രകടമായ ഇസ്മുൻ ലാഹിർ ആയിരുന്നെങ്കിൽ ജലസ സെയ്ദുൻ വ അമ്രുൻ അങ്ങനെയല്ലേ വരിക. അപ്പോൾ മർഫുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. സജദ്ന, അവരൊരു സംഘം സ്ത്രീകൾ സുജൂദ് ചെയ്തു, ഫായിലാണ്. ഇസ്മഈ, നീ കേൾക്കുന്നതാണ്, ഇസ്മഈ അൻതി, അപ്പോൾ അതും ഫായിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ റഫ് ചെയ്യുന്ന സ്ഥാനങ്ങളിൽ മാത്രമേ ഈ ലമീറുകൾ വരുള്ളൂ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലമീറു റഫ് ഇൻ മുത്തസിൽ, അല്ലെങ്കിൽ ലമീറു റഫ് ഇ അൽ മുത്തസിൽ. ലമീറു റഫ് ഇ അൽ മുത്തസിൽ, റഫിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ലമീറുകളാണ് ഇതൊക്കെ. റഫ് ചെയ്യുന്ന സാഹചര്യത്തിലേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിനെ ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാം, ഈ ത, വാവ്, അലിഫ്, നൂന്, യാ ഇതിനൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, തവാനി. അതുപോലെ ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? റഅയ്തുഹു, മുമ്പ് പഠിച്ചവരുണ്ടെങ്കിൽ പറയും, റഅയ്തുഹു എന്നുള്ള, ഹു എന്നുള്ളത് എന്താണ്? ഫായിലാണോ മഫൂലാണോ?
ഹു മഫൂൽ. മഫൂലിൻ്റെ ഇറാബ് എന്താണ്? നസ്ബ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? നസ്ബിൻ്റെ സാഹചര്യങ്ങളിൽ. പക്ഷേ നസ്ബിൻ്റെ സാഹചര്യങ്ങൾ മാത്രമല്ല, റഅയ്തുഹു എന്ന് പറഞ്ഞ പോലെ തന്നെ കിതാബുഹു എന്നും പറയാലോ. കിതാബുഹു എന്ന് പറഞ്ഞാൽ ഹു മുദാഫിൻ ഇലൈഹിയാണ്, ജറാണ്. അപ്പം നസ്ബിനും ജറിനും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ മൂന്നെണ്ണം. ഇതിനെ ഷോർട്ടായിട്ട് ഹൈക്ക്, ഹ യാ കാഫ്. പിന്നെ നാ എന്നുള്ളതോ, ഇത് നിങ്ങളൊന്ന് ബുദ്ധി ഉപയോഗിക്കുക. ഇതെങ്ങനെയാണ് നാൻ്റെ പ്രത്യേകത? റഫിൻ്റെ സാഹചര്യത്തിലാണോ, നസ്ബിനും ജറിനും ആണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? നാ എന്നുള്ളത് മൂന്നിനും പറ്റും. ജലസ്ന ഞങ്ങൾ ഇരുന്നു, അപ്പോൾ ഫായിലാണ്. റആന ഞങ്ങളെ കണ്ടു, അല്ലെങ്കിൽ ദറബന ഞങ്ങളടിച്ചു, അവിടെ മഫൂലും ബിഹിയാണ്. സല്ലമ അലൈന ഞങ്ങളോട് സലാം പറഞ്ഞു, അപ്പോൾ അല ഹർഫ് ജർ വന്നിട്ട്, അല്ലെങ്കിൽ കിതാബുന മുദാഫ് ഇലൈഹിയാണ്. അപ്പോൾ ജർ എന്ന സ്ഥാനത്തുണ്ടാവും, നസ്ബി എന്ന സ്ഥാനത്തുണ്ടാവും, പിന്നെ റഫ് എന്ന സ്ഥാനത്തുണ്ടാവും ഈ നാ എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കുക. ത, വാവ്, അലിഫ്, നൂന്, യാ, അതുപോലെ ഹ, യാ, കാഫ്, നാ. ഈ 9 ദമാഇറു മുത്തസിലായിട്ടുള്ള ദമീറുകൾ. പിന്നെ നമ്മൾ കൂടുതൽ പഠിച്ചു പോകുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയവർക്ക് ഒരു എളുപ്പമുണ്ടാവും. ഏറാബ് പറയുമ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ത എന്നുള്ളതൊക്കെ കണ്ടാൽ നേരെ അത് റഫ് ആണ് എന്ന് വേഗം മനസ്സിലാക്കുക, അത് ഫായിലായിരിക്കും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ത എന്നുള്ളതിന് പകരം തീ തൂ ഉണ്ട്. മുഅന്നസാണെങ്കിൽ, സ്ത്രീലിംഗാണെങ്കിൽ തീ എന്നാണ് പറയുക, ഞാനാണെങ്കിൽ തൂ എന്ന് പറയാം. അത് ഒരേ എഫക്റ്റ് തന്നെയാണ്. ഈ ത എന്നുള്ളത് തീ തൂ എന്നുള്ളതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ. ഇനി ലമാഇറു മുൻഫസില, മുൻഫസിലായിട്ടുള്ള ലമീറുകൾ. ലമാഇറു മുൻഫസില, മുൻഫസിലായിട്ടുള്ള ലമീറുകൾ അതിനെ നമുക്ക് ഇതുപോലെ വേർതിരിക്കാൻ പറ്റും. മർഫൂ ആയിട്ടുള്ള ലമീറുകളുണ്ട്. ഏതൊക്കെയാണ് അത്? അന, അൻത, ഹുവ. ഇത് കണ്ടോ, ഇത് ഒരു വേർഡാണ്. ഈ കണ്ട 9 എണ്ണവും മറ്റൊരു വേർഡിൽ ഫിഅലിൻ്റെ കൂടെ ഒട്ടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മുത്തസില എന്ന് പറയുന്നത്. ഇത് വേറിട്ട് നിൽക്കുന്നതാണ്. അന, അൻത, ഹുവ വേറെ നിൽക്കുന്നതാണ്. ഞാൻ എന്ന് മാത്രം പറയണമെങ്കിൽ ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു ഫിഅലിൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മൻ ഫതഹൽ മസ്ജിദ്, ആരാണ് പള്ളി തുറന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനെന്ന് പറയണം. അപ്പോൾ ആ പറയാൻ പറ്റിയ ഞാൻ എന്നുള്ളത് ഈ 9 എണ്ണത്തിലുണ്ടോ? ഇല്ല. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം, കറാത്താന്നൊക്കെ പറയാമെന്നല്ലാതെ ഞാൻ എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള വാക്ക് ഇവിടെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ അതിനുപയോഗിച്ചിട്ടാണ് അന. ഈ സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ ഈ നമ്മളേതുപോലെ എന്ന് വെച്ചാൽ ഈ തു എന്ന് പറയുന്നതും അന എന്ന് പറയുന്നതൊക്കെ ഒരേ അർത്ഥമാണ്. അതുപോലെ ത എന്ന് പറയുന്ന തായും അൻത എന്ന് പറയുന്നതും എന്താണ്? നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കുന്നത് മാത്രം. ഏതുപോലെ വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം നമ്മളിവിടെ വെച്ചു, ഒരു ബോക്സ് വെച്ചു, അതിൻ്റെ ചിത്രം 4 സൈഡിൽ നിന്ന് വരച്ചാൽ മുകളിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ വേറെ ആയിരിക്കും. അതുപോലെ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിക്കുകയാണ് നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ പറ്റി, നീ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വേറെ ആളോട് സംസാരിക്കുമ്പോൾ അവൻ എന്ന് പറയും ഇവനെ പറ്റി. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാനെന്ന് പറയും. അല്ല, ഒരേ കാര്യം തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് ഷഹലാണ് എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ വന്നത്, ഞാൻ വേറെ ആളോട് പറയുന്നു. അവൻ്റെ മുഖത്തൊക്കെ നീയാണെന്ന് ഫസ്റ്റ് വന്നതെന്ന് പറയുന്നു. പിന്നെ നീ തന്നെ പറയുക എന്താണ്? ഞാനാണ് എന്ന് വന്നത്. ഇതെല്ലാം ഒരേ വ്യക്തിയാണ്. അപ്പോൾ അർത്ഥം ശ്രദ്ധിക്കണം. അന, അൻത, ഹുവ ഇത് മൂന്നും റഫ് ആകുമ്പോൾ, ഇനി നസ്ബ് ആകുമ്പോഴോ മൻസൂബ. ലമാഇറു മുൻഫസില മൻസൂബ. നസ്ബ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നസ്ബ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. ഉദാഹരണത്തിന്, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എങ്ങനെ പറയാം? നഅ്ബുദുക എന്ന് പറയാം. പക്ഷേ നിന്നെ മാത്രം എന്ന് പറയണമെങ്കിൽ ആദ്യം ഈ ഫിഅൽ പറയുന്നതിന് മുമ്പ്, നഅ്ബുദുക എന്നുള്ളതിൻ്റെ ഇബാദത്ത് എന്ന് പറയുന്നതിന് മുമ്പ് മുന്നോട്ട് കൊണ്ടുവരണം മഫൂൽ ബിഹിനെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരും. നഅ്ബുദു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അവിടെ ഒരു ലമീർ മുൻഫസിൽ ഉണ്ടാക്കണം. അതിനുള്ളതാണ് ഇയ്യാന്ന് കൂട്ടിയിട്ടുള്ള ഇയ്യായ, ഇയ്യാക, ഇയ്യാഹു. ഇനി മജ്റൂറാണെങ്കിലോ, ഞങ്ങളെ കിതാബിൽ ഉണ്ടോ? ഒന്ന് ജസ്റ്റ് നോക്കാം. ഇല്ല.
ഈ രണ്ടെണ്ണേ ഉള്ളൂ. മജ്റൂറാണെങ്കിൽ ലമീർ മുൻഫസില ഇല്ല. മജ്റൂറിന് അങ്ങനെ ഒരു ലമീർ മുൻഫസില ഇല്ല. മുൻഫസിലായിട്ടുള്ള ലമീറുകൾ മർഫൂഅോ മൻസൂബേ ഉള്ളൂ. ഇനി ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സാധനങ്ങളുണ്ട്. ഈ അൻത എന്നുള്ളത് തന്നെ എന്തുണ്ട്? അൻതി ഉണ്ട്. അതുപോലെ രണ്ടാളുണ്ടെങ്കിൽ അൻതുമുണ്ട്. അതുപോലെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അൻതുമുണ്ട്. അതുപോലെ ഹുവ എന്തൊക്കെ ഉണ്ട്? ഹുമ ഉണ്ട്, ഹിയ ഉണ്ട്, അതുപോലെ ഹുമുണ്ട് അല്ലേ, ഹുന്നുണ്ട്. ഇതൊക്കെ ഒരേപോലെയുള്ള ആളുകളാണ്. അതുപോലെ ഇയായ എന്നുള്ളത് അതൊന്ന് മാത്രമേ ഉള്ളൂ. ഇയാക്ക എന്നുള്ളത് ഇയാക്കി ഉണ്ട് പെണ്ണാണെങ്കിൽ. രണ്ടാളാണെങ്കിൽ ഇയാക്കുമ ഉണ്ട്. രണ്ടിൽ കൂടുതൽ ആൾക്കാർ ആണുങ്ങളാണെങ്കിൽ ഇയാക്കുമുണ്ട്. രണ്ടിൽ കൂടുതൽ പെണ്ണുങ്ങളാണെങ്കിൽ ഇയാക്കുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങളാണെങ്കിലോ ഇയാക്കുമ തന്നെ. ആണിനും പെണ്ണിനും രണ്ടാണെങ്കിൽ ഇയാക്കുമ തന്നെ. അതുപോലെ ഇയാഹു, ഇയാന, ഇയാഹുവോ ഇയാഹുമ, ഇയാഹും, ഇയാഹുന്ന ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ലമീറുകൾ. ഇപ്പോൾ ഇവിടെ 6 എണ്ണമായി, അവിടെ 9 എണ്ണമായി. ലമായർ മുൻഫസില 6 എണ്ണം. അപ്പോൾ ടോട്ടൽ 15 ലമീറുകളുണ്ട്. ഈ 15 ലമീറുകളും എന്താണെന്ന് നമ്മൾ പറഞ്ഞത് മാരിഫയാണ്. ഈ മാരിഫ നെക്കിറയും മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. മാരിഫയും നെക്കിറയും. ഇപ്പോൾ നാത്ത് മൻഊത്ത് എന്താണെന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മറ്റേ ലിസ്റ്റിൽ നാത്ത് മൻഊത്ത് ഉണ്ടായിരുന്നല്ലോ, തവാബികളിൽ ലാസ്റ്റാണുള്ളത്. ജുമുല ഇസ്മിയും ജുമുല ഫെയിലിയൊക്കെ അതിൻ്റെ ലാസ്റ്റാണ്. അവിടെ നമുക്ക് ആവശ്യം വരും മാരിഫ നെക്കിറൊക്കെ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അപ്പോൾ നെക്കിറയിൽ മാരിഫയിൽ ഒന്നാമത്തെ വിഭാഗമാണ് ലമായർ. ആ ലമായറുകൾ 15 എണ്ണം നമ്മളിവിടെ പറഞ്ഞു. ഇപ്പോൾ ഞാനീ പറഞ്ഞത് പലതും ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല തുടക്കത്തിൽ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ. അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാവാത്തവർ ഇത്ര മാത്രമേ മനസ്സിലാക്കുക. ത, വാവ്, അലിഫ്, നൂന്, യാ. തവാനി എന്ന് പറയുന്നത് ഈ 5 എണ്ണം. പിന്നെ ഹ, യാ, കാഫ്, ഹൈക്ക് എന്ന് പറയുന്നത്, നാ എന്ന് പറയുന്ന ഈ സാധനം. ഇതൊക്കെ ലമായറുകൾ മറ്റൊന്നിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന ലമീറുകളാണ്. ഒട്ടാതെ വേറിട്ട് നിൽക്കുന്ന ലമീറുകളാണ് അന, അൻത, ഹുവ, ഇയായ, ഇയാക്ക, ഇയാഹു. ഈ 9 + 6 15 സാധനങ്ങളും അതിനെ നമ്മൾ ലമീറുകൾ എന്നാണ് വിളിക്കുക. ലമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നത് സംസാരിക്കുന്ന ആളാണോ, അത് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരിക്കുന്നവനാണോ കേൾക്കുന്നവനാണോ വേറെ ആളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്ന സംഭവം, ഐ, വി, ഹി, ഷീ എന്നൊക്കെ പറയുന്ന ഈ ലമായറുകളൊക്കെ മാരിഫയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ തരം മാരിഫ. ഇത് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോ. അടുത്ത ശരൊന്ന് ബോർഡൊന്ന് വായിച്ചു തരാം. അടുത്തത് ഇനി ലമായർ കഴിഞ്ഞിട്ട് അടുത്തത് അലാം. എന്താണ് അലാം എന്ന് പറഞ്ഞാൽ? അലം എന്നുള്ളതിൻ്റെ ജമ്മാണ് അലാം. ഇതൊക്കെ ഇസ്മുകളാണ് കേട്ടോ. അത് ആദ്യം തന്നെ ഓർമ്മ വേണം. ഈ നക്കിറ മാരിഫ എന്ന് പറയുന്നത് ഇസ്മുകളാണ് രണ്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്മു ഫേൽ ഹർഫ് എന്താണ്? കെലിമത്തുകളാണ്, വേർഡ്സാണ്. അറബി വേർഡ്സിനെ 3ആയി വേർതിരിച്ചാണ്. പക്ഷേ നക്കിറ മാരിഫ എന്നുള്ളത് ഇസ്മിൽ മാത്രമുള്ളതാണ്. അറബി വേർഡ്സിനെ വേർതിരിക്കുന്നതല്ല. അറബിയിലെ വേർഡ്സിൻ്റെ ഉള്ളിലുള്ള ഇസ്മിനെ വേർതിരിക്കുന്നതാണ് നക്കിറ മാരിഫ. ഏതൊരു അറബി ഇസ്മും എന്തായിരിക്കും? ഒന്നുകിൽ നക്കിറായിരിക്കും അല്ലെങ്കിൽ മാരിഫായിരിക്കും. ശരി. അപ്പോൾ അതിൽ മാരിഫകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ലമീറുകൾ ലമായർ. രണ്ടാമത്തേത് അലാം. അലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്മുൽ ഖാസു ബി മുസമ്മാഹു. മുസമ്മ എന്ന് പറഞ്ഞാൽ എന്താ? പേര് വിളിക്കപ്പെടുന്ന വസ്തു. ഇപ്പോൾ ഷഹൽ എന്നുള്ളത് പേര്. മുസമ്മ എന്താണ്? ഈ കാണുന്ന ശരീരം, അതാണ് മുസമ്മ. കലമുൻ എന്ന് പറയുന്നു. ഈ സംഭവമാണ് എൻ്റെ മുസമ്മ എന്ന് പറയുന്നത്, പേര് വിളിക്കപ്പെട്ട സാധനം. ശരി. ഇസ്മുകൾ പലതും ഉണ്ടാവും. പല ഭാഷയിൽ ഇതിന് പല ഇസ്മുണ്ടാവും. പക്ഷെ മുസമ്മ എന്താണ്? ഈ അടപ്പും ഉള്ളിൽ മഷിയും ബോഡിയൊക്കെ ഉള്ള ഈ സാധനം, അതാണ് മുസമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അൽ ഇസ്മുൽ ഖാസു ബി മുസമ്മാഹു, ഒരു മുസമ്മക്ക് മാത്രം ഉപയോഗിക്കുന്ന ഇസ്മ്. ഇപ്പോൾ കുർസിയു എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്ര കുർസിയുണ്ട്? കോടാനുകോടി കുർസികളുണ്ട്. ഈ കോടാനുകോടി കുർസികൾക്കും അവകാശപ്പെട്ടതാണ് കുർസി എന്നുള്ള വാക്ക്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലൊരു കുർസീനൊരു പേരിടാണ്. വെറുതെ ഒരു പേരിട്ടു, എന്തെങ്കിലും പോലെ കുഞ്ഞാപ്പു എന്ന് പേരിട്ട ആ കസേരക്ക്. ആ പേര് ഈ കസേരക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലേ?
അത് വേറെ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടാവാം, അതെൻ്റെ അറിവില്ലാതെ, ഞാൻ അറിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വസ്തുവിന് മാത്രം ഉപയോഗിക്കുന്ന പേരിനാണ് അലമെന്ന് പറയുന്നത്. ഓക്കെ അല്ല, ഇപ്പോൾ നമ്മൾ മക്കൾക്ക് ഒരു പേരിട്ട്, ഞാൻ എൻ്റെ മോന് മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പോൾ അത് അവന് മാത്രമുള്ളതാണ് പേര്. മറ്റാളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തടയാൻ കഴിയായിരുന്നെങ്കിൽ തടയുമായിരുന്നു, സാധിക്കില്ല. അപ്പോൾ അതാണ് നമ്മൾ പേരിടുന്നത്. എന്തിനാണ്? ഇവന് മാത്രം ഒരു അഡ്രസ്സ് ഉണ്ടാവാനാണല്ലോ ആ പേരിടുന്നത്. പിന്നെ മനുഷ്യന്മാർക്ക് പേരുകൾ കുറവായതുകൊണ്ട് നമ്മൾ തൽക്കാലം പരസ്പരം വിട്ടുവെച്ച് ചെയ്യാന്നേ ഉള്ളൂ. അസല് നമ്മളൊക്കെ ആഗ്രഹം എന്താണ്? ഈ പേര് ഒരാളെ മാത്രമായിരിക്കണം. അപ്പോൾ ഇതാണ് അലമ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്ക് ഇടുന്ന പേരുകളൊക്കെ എന്തായിരിക്കും? അലമുകളായിരിക്കും. അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം, മനുഷ്യന്മാർ മാത്രമല്ല പലതിനും പേരിടാം. ഇപ്പോൾ ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാ, ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം, കുറേ മണ്ണും കല്ലും അതിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ ആയിട്ടുള്ള ഈ സ്ട്രക്ചറാണ് ജബൽ എന്ന് പറയുന്നത്. ആ ജബൽ എന്നുള്ളത് എത്ര ഉണ്ട് ലോകത്ത്? കുറേ ഉണ്ട്. പക്ഷേ ഉഹദ് എന്ന് പറഞ്ഞാലോ, അത് മദീനയിലുള്ള അറിയപ്പെട്ട ആ ജബലിന് മാത്രം അവകാശപ്പെട്ട പേരാണ് ഉഹദ് എന്നുള്ളത്. അത് അലമാണ്. അപ്പോൾ ജബൽ എന്നുള്ളത് അലമാണോ? അല്ല, ഉഹദ് എന്നുള്ളത് അലമാണ്. ഇനി ഒരു മിനിറ്റ് നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് നക്കിറ മാരിഫയും തിരിച്ചറിയാനുള്ള മാർഗ്ഗം അല്ല് സ്വീകരിക്കുന്നവരാണ് നക്കിറകൾ, സ്വീകരിക്കാത്തവരാണ് മാരിഫകൾ. ഉഹദ് നക്കിറാണോ മാരിഫാണോ? ഉഹദ് മാരിഫ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, പഴയ മെത്തേഡ് അനുസരിച്ച് അല്ല് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. മാരിഫക്ക് അല്ല് പറ്റൂല. അപ്പോൾ ശരിയാണ്, നമ്മൾ പോകുന്ന പോക്ക് കറക്റ്റാണ്. ശരി, ഇനിയിപ്പോൾ മക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റിൻ്റെ പേരാണ്. സിറ്റി എന്നുള്ള അറബിയിൽ എന്താ പറയുക? മദീനത്തുൻ. മദീന എന്നുള്ള വാക്ക് നക്കിറാണോ മാരിഫാണോ? നക്കിറ. കാരണം മദീന എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്ര മദീനകളുണ്ട്? ഒരുപാട് സിറ്റികളുണ്ട്. പക്ഷേ മക്ക എന്നുള്ളത് അതൊരു പ്രത്യേക സിറ്റിയാണ് മക്ക. അപ്പോൾ മക്ക എന്താണ്? മാരിഫയാണ്. ഇനി നമ്മുടെ പഴയ മെത്തേഡ്, മക്കൾക്ക് അല്ല് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. മദീനക്കോ? പറ്റുന്നുണ്ട്, അൽ മദീന. അതുകൊണ്ട് ചില ആൾക്കാർ തെറ്റും, അൽ മക്ക എന്ന് എഴുതരുത്. മക്ക. മിനൽ മദീനത്തി ഇലാ മക്കത്ത, മിനൽ മദീനത്തി ഇലാ മക്കത്ത, മിനൽ മദീനത്തി ഇലൽ മക്കത്തി എന്ന് എഴുതും, അത് റോങ്ങാണ്. ശരി. അപ്പോൾ ഇനി അലമുകൾക്ക് വേറെ ഉദാഹരണം, നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു, മലൻ്റെ കാര്യം പറഞ്ഞു. നാക്കത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടകം. ഒട്ടകം നക്കീറാണ് മാരിഫാണോ? നാക്കത്ത് എന്നുള്ള വാക്ക് നക്കീറാണ്. ഇഷ്ടംപോലെ ഒട്ടകങ്ങളില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒട്ടകത്തിൻ്റെ പേരാണ് അൽ ഖസ്വാ. ഒരു മറ്റേ മക്ക ഫത്ഹിൻ്റെ സന്ദർഭത്തിലാണ് തോന്നുന്നുണ്ട്, അവിടെ ഇരുന്ന് പോയി ഒട്ടകം. അപ്പോൾ ഒട്ടകം ഇരുന്നു എന്നുള്ളതിനുള്ള വാക്ക് ഞാൻ മറന്നുപോയി. ഹദീസിൽ വന്നിട്ടുണ്ട്, ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവമല്ല, സാധാരണ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അപ്പോൾ അൽ ഖസ്വ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒട്ടകത്തിൻ്റെ പേരാണ്. അത് നക്കീറാണോ മാരിഫാണോ? മാരിഫാണ്, കാരണം അത് ഈ ഒട്ടകത്തിൽ മാത്രമേ ഉള്ളൂ, അൽ ഖസ്വ. ശരി. ഇനി വേറെ പേരിടുന്ന സാധനങ്ങൾ, അറബികൾ പല സാധനത്തിനും പേരിടും. നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് മാത്രമേ പേരിടുള്ളൂ. അറബികൾ, പിന്നെ പഴയ കാലത്തുള്ള അറബികൾ, അതിന് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളുകൾക്ക് പേരുണ്ടായിരുന്നു. ദുൽ ഫുഖാർ എന്നുള്ള പേര് അലി റളിയല്ലാഹുവിൻ്റെ വാളിൻ്റെ പേരാണ്. അത് നമ്മൾ സുൽഫിഖറാക്കിയത്, അത് ദുൽ ഫുഖാറാണ്. അത് നക്കീറാണോ മാരിഫാണോ? മാരിഫാണ്. ആ ഒരു വാളിന് മാത്രമുള്ള പേരാണ്. സെയ്ഫ് എന്ന് പറഞ്ഞാലോ നക്കീറാണ്. അപ്പോൾ മനസ്സിലായില്ലേ ഇതെന്താ സംഭവം? അപ്പോൾ ഏത് സാധനത്തിനും പേരിടാം. ഞാൻ പറഞ്ഞ പോലെ കസേരക്ക് പേരിടണമെന്നുണ്ടെങ്കിൽ ഇടാം, വാച്ചിന് പേരിടണമെന്നുണ്ടെങ്കിൽ ഇടാം, നമ്മളിഷ്ടം. പക്ഷേ പൊതുവേ കുറച്ചൊരു വിലപിടിപ്പുള്ള സാധനത്തിനാണ് പേരിടുക ആളുകൾ. അല്ലാതെ ഒരു ടിഷ്യൂ പേപ്പറിന് പേരിടോ? കമ്പനികൾ. സുബ്ഹാനല്ലാഹ്, ഇപ്പം നമുക്ക് വില ദുനിയാവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുന്നുണ്ട്, കടക്ക് പേരിടുന്നുണ്ട്, വേറെ സാധനത്തിന് പേരിടുന്നില്ല. അറബികൾക്ക് വാള്, കുന്തം, ഇതൊക്കെ വളരെ വേണ്ടപ്പെട്ട സാധനങ്ങളാണ്. ഒട്ടകം, അപ്പം അതിനൊക്കെ അവർ പേരിടും. ഹിന്ദുക്കൾ ഒട്ടകത്തിന് ഒരാനക്ക് പേരിടുന്നുണ്ട്, അവർക്ക് കുറച്ച് വേണ്ടപ്പെട്ടായതുകൊണ്ട്. പിന്നെ പട്ടിക്കും പൂച്ചക്കൊക്കെ പേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏതായാലും അലം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഒരു സ്പെസിഫിക് സാധനത്തിന് മാത്രമുള്ള പേര്. അൽ ഇസ്മു അൽ ഖാസു ബി മുസമ്മാഹു. അപ്പോൾ അലമ് കഴിഞ്ഞു. അലമ് എന്താണ്? മാരിഫയാണ്. അപ്പോൾ രണ്ടാമത്തെ മാരിഫ അൽ മാരിഫ. അതിൽ ഒന്നാമത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? അൽ ദമാഇർ. എത്ര ഉണ്ട് ദമാഇർ? 15. രണ്ടാമത്തത് അൽ അലാം, അലമുകൾ. എത്ര ഉണ്ട് അലമുകൾ? അനന്തമാണ് അല്ലേ, കണക്കില്ല, ഇഷ്ടംപോലെ അലമുകളുണ്ട്. ഇനി മൂന്നാമത്തത്
അസ്മാ ഉൽ ഇഷാറ. അസ്മാ ഉൽ ഇഷാറ എന്താ? അസ്മാ ഉൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ഇഷാറത്ത് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. അല്ലെ നമ്മുടെ ട്രാഫിക് സിഗ്നലിനൊക്കെ ഇഷാറ എന്നല്ലേ പറയാം. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ അത് ഏതൊക്കെയാണ്? ഒന്ന് ഹാദ. ഹാദയും പിന്നെ ഹാദൻ്റെ ബാക്കിക്കാർ ഉണ്ട്. രണ്ടാളാണെങ്കിൽ ഹാദാനി, മൂന്നാളാണെങ്കിൽ ഹാ ഉലായി. പെണ്ണാണെങ്കിലോ ഹാദിഹി. രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഹാത്താനി. കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഹാ ഉലായി തന്നെ. പിന്നെ ദൂരെയുള്ള സാധനങ്ങളാണെങ്കിൽ ദാലിക്ക. ഇതൊക്കെ ദിസ്സാണ്. ദാറ്റ് ദാലിക്ക. പിന്നെ അതിൻ്റെ ബാക്കി ദാനിക്ക. രണ്ടാളുണ്ടെങ്കിൽ ദാനിക്ക. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഉലായിക്ക. ഒരു പെണ്ണാണെങ്കിൽ തിൽക്ക. രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ താനിക്ക. കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഉലായിക്ക. ഇത് സംശയമൊന്നുമില്ലല്ലോ. ഇതൊക്കെ അസ്മാഉൽ ഇഷാറകളാണ്. ഇതൊക്കെ മാരിഫകളാണ്. ഇനി നമ്മളെ മെത്തേഡൊന്ന് നോക്കാം. ഇതിൻ്റെ മുമ്പിൽ അല്ല് വരുമോ? അൽഹാദ ഉണ്ടോ? ഇല്ല. ഇനി നാലാമത്തേത് അൽ അസ്മാഉ. എന്താണ് ബുക്കിലുള്ളത്? അൽ മൗസൂല. ഇതാണ് അൽ അസ്മാഉൽ മൗസൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഇപ്പോൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഹൂ എന്ന് ഉപയോഗിക്കൂലേ? ദ സ്റ്റുഡൻറ്റ് ഹൂ എന്താ പറയുക റോഡ് ദ പോയം, കവിത എഴുതിയ ആ ഹൂ ഉണ്ടല്ലോ, അതാണ് ഇസ്മ മൗസൂല. കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ. അറബിയിലെ അസ്മാഉ മൗസൂല എന്ന് പറയും. ഒരാളെ പറ്റി ഒരു കാര്യം പറയണം, ഒരാളെക്കുറിച്ച് ഒരു സെൻറ്റൻസ് പറയണം. അപ്പോൾ ആ ആളെ പേരും ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ. അതാണ് അസ്മാ മൗസൂല. അതേതൊക്കെയാണ്? അല്ലദി. എന്താണ് അല്ലദി എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. തൻ്റെ അടിമയെ ഇസ്രാ കൊണ്ടുപോയ അവൻ പരിശുദ്ധനായിരിക്കുന്നു. അപ്പോൾ അൽ വലദുല്ലദി ഹഫിദൽ ഖുർആൻ. ഖുർആൻ ഹിഫ്ലാക്കിയ ആ കുട്ടി. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ പ്രയോഗം മനസ്സിലായില്ലേ? അത് ആണാണ്, സിംഗിളാണെങ്കിൽ അല്ലദി. രണ്ടാണുങ്ങളുണ്ടെങ്കിൽ അല്ലദാനി. കുറേ ആണുങ്ങളുണ്ടെങ്കിൽ അല്ലദീന. പെണ്ണാണെങ്കിൽ അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. അല്ലാത്തി. അല്ലാത്തി എന്നും പറയാം, അല്ലായി എന്നും പറയാം. അല്ലാത്തി. ഇത് മനസ്സിലായില്ലേ? ഇനി അഞ്ചാമത്തെ എന്താണ്? മത്തനിലെന്താണ്? തമായർ കഴിഞ്ഞ് ആലാമ്, ഇസ്മ ഇഷാറ, അസ്മാഉൽ മൗസൂല, പിന്നെ അൽ മുഅറഫു ബി അൽ. അൽ മുഅറഫു ബി അൽ. എന്താ അൽ മുഅറഫു ബി അൽ എന്ന് പറഞ്ഞാൽ? അൽ മുഅറഫു ബി അൽ, അല്ല് കൊണ്ട് താരീഫ് ചെയ്യപ്പെട്ടത്. അതായത് നമ്മൾ പറഞ്ഞു നക്കിറക്ക് അല്ല് വരും എന്ന് പറഞ്ഞു. ആ അല്ല് വന്ന നക്കിറ നമ്മളത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അതായത് നമ്മൾ പറഞ്ഞു നക്കിറക്ക് അല്ല് വരും എന്ന് പറഞ്ഞു. മൊത്തം അറബിയിലെ ഇസ്മുകൾ ഒന്നുകിൽ നക്കിറായിരിക്കും അല്ലെങ്കിൽ മാരിഫായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നക്കിറക്ക് അല്ല് വന്നാൽ പിന്നെ അത് നക്കിറാണോ മാരിഫാണോ? അത് നക്കിറാണെങ്കിൽ പിന്നെ വീണ്ടും അല്ല് വരാൻ പറ്റണം. ഒരു പ്രാവശ്യം അല്ല് വന്നാൽ പിന്നെ അല്ല് വരില്ലല്ലോ. അല്ല് വരാത്ത ആരാ? മാരിഫ. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അപ്പോൾ അല്ല് വന്നു കഴിഞ്ഞാൽ നക്കിറക്ക് നമ്മൾ അതിന് മാരിഫ എന്നാണ് പറയാം. അതുകൊണ്ടാണ് അതിനെ അൽ മുഅറഫു ബി അൽ എന്ന് പറയുന്നത്. അല്ല് കൊടുത്തത് കാരണം മാരിഫയായി മാറിയവർ. കിതാബുൻ നക്കിറാണോ മാരിഫയാണോ? അൽ കിതാബോ മാരിഫ. കാരണം പിന്നെ അതിന്മേൽ അല്ല് വരില്ലല്ലോ. പിന്നീട് അല്ല് വരാത്ത ആളുകളൊക്കെ എന്താണ്? മാരിഫകളാണ്. അപ്പോൾ അൽ കിതാബു, അൽ കലമു, അങ്ങനെയുള്ള സംഭവങ്ങൾ. ലാസ്റ്റ് അൽ മുദാഫു ഇലൽ മാരിഫ. എന്താണ് അൽ മുദാഫു ഇലൽ മാരിഫ എന്ന് പറഞ്ഞാൽ? മുദാഫ് ഇലൈഹി നിങ്ങൾ കേട്ടിട്ടില്ലേ? കിതാബു സെയ്ദിൻ. കിതാബ് മുദാഫാണ്, സെയ്ദ് മുദാഫു ഇലൈഹിയാണ്. അപ്പോൾ മുദാഫു ഇലൈഹി നമ്മൾ ഈ പറഞ്ഞ അഞ്ചിൽ ഏതെങ്കിലും ഒരു മാരിഫയാണെങ്കിൽ ആ മുദാഫ് ഓട്ടോമാറ്റിക്കായി മാരിഫയായി മാറും. അത് സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ സെയ്ദ് മാരിഫയാണ്. അപ്പോൾ കലമു സെയ്ദിൻ എന്ന് പറഞ്ഞാലോ? ലോകത്ത് എത്ര കലമു സെയ്ദിനുണ്ട്? ഒന്ന്. കാരണം സെയ്ദ് ഒരാളാണ്. അപ്പോൾ ആ കലം എന്നുള്ള വാക്ക് നക്കിറാണെങ്കിലും ഈ സെയ്ദ് എന്നുള്ള മാരിഫിൻ്റെ കൂടെ വന്നതോടുകൂടി അതെന്തായി? മാരിഫയായി മാറി. ഓക്കെ. സെയ്ദിൻ്റെ അടുത്ത് ഒന്നിലധികം പെണ്ണുണ്ടാവാം. അതൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് അവസാനത്തത്. അൽ മുദാഫു ഇല മാരിഫ. മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തത്.
അപ്പോൾ നമുക്കിത് ഓരോന്ന് നോക്കാം. അപ്പോൾ ലൊമീറിലേക്ക് ഇലാഫത്ത് ചെയ്തതുണ്ടാവും. കിതാബുഹു, കിതാബുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? നക്കിറാണോ മാരിഫാണോ? മാരിഫാണ്. കാരണം ഹൂ എന്നുള്ളത് ഈ ലൊമീറിൽ പെട്ടതാണ്. അതുപോലെ കിതാബു അല്ല വേണ്ട, ജബലു ഉഹുദിൻ മാരിഫാണ്. പോട്ടെ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം കൂടുതൽ വ്യക്തമായിട്ടുള്ള, സയ്യാറത്തു മുഹമ്മദിൻ എന്താണ്? മാരിഫയാണ്. വേറൊന്ന് ബൈത്തു ഹാദ, ഒരാളെ പേര് നമുക്കറിയില്ല, അപ്പോൾ അങ്ങനെ പറയാം ബൈത്തു ഹാദ, ഇവൻ്റെ വീട് എന്ന് പറഞ്ഞു. അത് നക്കിറാണ് മാരിഫയാണോ? മാരിഫയാണ്. അതുപോലെ ബൈത്തുല്ലദി അല്ലെങ്കിൽ കിതാബുല്ലദി ഹഫിദൽ ഖുർആൻ. അല്ലദി പറഞ്ഞാൽ എപ്പോഴും പിന്നെ അതിനൊരു ബാക്കിയുണ്ടാവും. കിതാബുല്ലദി ഹഫിദൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ലാക്കിയവൻ്റെ കിതാബ്, പുസ്തകം. അപ്പോൾ അതെന്താണ്? കിതാബുല്ലദി എന്നുള്ളത് നക്കിറാണ് മാരിഫയാണോ? മാരിഫയാണ്. പിന്നെ അല്ലുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അൽ കിതാബു മാരിഫയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മാരിഫകൾ. ഇനി ബാക്കിയുള്ള എല്ലാ ഇസ്മുകളും എന്താണ്? നക്കിറയാണ്. അപ്പോൾ നക്കിറ മാരിഫ എന്നുള്ള ഈ കൺസെപ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ നാത്ത് മനുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവും. അത് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. നഹ്വ് കുറേ കാലങ്ങൾ പഠിച്ചിട്ടും ഈ നക്കിറ മാരിഫ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാൻ നല്ലതാണ്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ രണ്ട് രീതികളുണ്ട് നമ്മൾ പറഞ്ഞു. അല്ല് വരുന്ന ഇസ്മുകൾ, അല്ലിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായ ഇസ്മുകൾ എന്താണ്? നക്കിറകളാണ്. അല്ല് സ്വീകരിക്കാത്തവ എന്താണ്? മാരിഫയാണ്. ഈ ഒരു സിമ്പിൾ ഒരു ടെക്നിക്ക് മതി നക്കിറ മാരിഫ വേർതിരിച്ച് മനസ്സിലാക്കാൻ. പക്ഷെ അതെല്ലാവർക്കും അറിയില്ല. അപ്പോൾ മക്ക എന്നുള്ളതിന് അല്ല് വരുമോ എന്ന് അറിയില്ലെങ്കിലോ? മദീനക്ക് വന്നില്ലേ, പിന്നെന്ത് മക്കൾക്ക് വന്നാൽ എന്ന് വിചാരിച്ചാലോ? അപ്പോൾ അവർക്കുള്ളതാണ് ഈ വിശദമായ രീതി. ഈ 6 സംഗതികളാണ് മാരിഫകൾ. ബാക്കിയുള്ളതൊക്കെ നക്കിറയാണ്. ഇപ്പോൾ ക്ലിയർ ആവും. അതുപോലെ തന്നെ ചിലപ്പോൾ സംശയം തോന്നാം. അപ്പോൾ അല്ലതിൻ്റെ ഉള്ളിൽ അല്ലുണ്ടോ? ഇല്ലേ? അതത് ജന്മന ഉള്ളതാണോ അതോ പുറത്ത് വന്നതാണോ? അല്ല ഈ ഹാദിയൊക്കെ അതെന്താണെന്നൊക്കെ സംശയങ്ങൾ തോന്നാം. അപ്പോൾ ഈ വിശദമായ രൂപത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ് നക്കിറ എന്താ മാരിഫ എന്താ മനസ്സിലായി. അപ്പോൾ എത്രയാണ് ഇൻഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. നക്കിറിൻ്റെ മാരിഫിൻ്റെ ഉപയോഗമാണെങ്കിൽ ചെറുതായിട്ടൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നാത്ത് മനൂത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കുക നടത്തുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നാത്ത് മനൂത്ത് പറഞ്ഞാൽ വലതുൻ കബീറുൻ അഡ്ജക്റ്റീവ്, അതാണ് നാത്ത്. വലത് എന്ന് പറഞ്ഞാൽ കുട്ടി, വലിയ കുട്ടി, ആ വലിയ എന്നുള്ള വിശേഷണം, അതിനാണ് സിഫത്ത് നാത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നിയമമുണ്ട്, എന്താണ്? നാത്ത് എപ്പോഴും മനൂത്തിനെ പിന്തുടരും. എന്ത് കാര്യത്തിൽ? പല കാര്യത്തിലും. എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അതിലൊരു കാര്യമാണ് മാരിഫയാണെങ്കിൽ മാരിഫയായിരിക്കും, നക്കിറാണെങ്കിൽ നക്കിറായിരിക്കും. അത് മനൂത്ത്. അപ്പോൾ മലയാളത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ നല്ല ബുദ്ധിയുള്ള ആൺകുട്ടി എന്ന് പറയും, ബുദ്ധിമാനായ ആൺകുട്ടി. പെൺകുട്ടിയാണെങ്കിലോ ബുദ്ധിമതിയായ പെൺകുട്ടി. അപ്പോൾ ബുദ്ധി ഉണ്ടാവുക എന്നുള്ള സിഫത്ത് മുഅന്നസും മുദക്കറായപ്പോൾ അങ്ങോട്ടും മാറി. അപ്പോൾ അതുപോലെ തന്നെ അത് നക്കിറ മാരിഫ എന്നുള്ള കാര്യവും മാറും. അത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആ വിശേഷണം പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ഈ മലയാളത്തിലെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അറബിയിലും അതുണ്ട്. അപ്പോൾ അറബിയിൽ പല കാര്യത്തിലും പിന്തുടരണം, ടെൻസ് മാത്രമല്ല. അതിൽപ്പെട്ടൊരു സംഗതിയാണ് നക്കിറാണെങ്കിൽ ഇത് നക്കിറായിരിക്കണം, മാരിഫാണെങ്കിൽ ഇത് മാരിഫായിരിക്കണം. അപ്പോൾ നമ്മൾ വലതുൻ കബീറു എന്നാണ് പറയേണ്ടത്, വലതുൻ അൽ കബീറു എന്നാണ് പറയേണ്ടത്? വലതുൻ കബീറുൻ. കാരണം എന്താ? വലത് നക്കിറാണ്. അപ്പോൾ അതിൻ്റെ സിഫത്തായ നാത്തായ കബീറും എന്തായിരിക്കണം? നക്കിറായിരിക്കണം. വലതുൻ കബീറുൻ. നേരെ മറിച്ച് എനിക്ക് ജയ്ദുൻ എന്നുള്ള പേരിലുള്ള 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയാം ജയ്ദുൻ, വലിയ ജയ്ദ് എന്ന് പറയണം. അപ്പോൾ ജയ്ദുൻ കബീറു എന്നാണ് പറയാം, ജയ്ദുൻ അൽ കബീറു എന്നാണ് പറയാം? ജയ്ദുൻ കബീറു എന്നാ? ജയ്ദുൻ അൽ കബീറു. കാരണം ജയ്ദ് മാരിഫല്ലേ. അതാണ് അല്ല്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുക, അതിന് അല്ലുണ്ടെങ്കിൽ ഇതിനും അല്ലിടുക, അങ്ങനല്ല. അത് നക്കിറാണെങ്കിൽ ഇത് നക്കിറ, അത് മാരിഫാണെങ്കിൽ ഇത് മാരിഫ. ജയ്ദ് നക്കിറാണോ മാരിഫാണോ? ജയ്ദ് ആലാമിൽ പെട്ടതല്ലേ അല്ലേ? മനുഷ്യന്മാർക്ക് ഇടുന്ന പേരല്ലേ ജയ്ദ്. അപ്പോൾ എന്തായിരിക്കണം? ജയ്ദിൻ്റെ നാത്തായ കബീറിനും അല്ല് വേണം. അപ്പോൾ മനസ്സിലായി അതിൻ്റെ ആവശ്യം. ഈ നക്കിറ മാരിഫ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നാത്ത് മന്നൂത്തിൽ ഉപയോഗിക്കും. വേറെയും ഇതിൻ്റെ ആവശ്യങ്ങളും ഉണ്ട്. അതത് മദൂദും ഒരുപോലെ ആയിരിക്കണം നാത്ത് മന്നൂത്തിൻ്റെ കാര്യത്തിൽ. വേറെ ഉദാഹരണം,
ഇപ്പോൾ അൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയാറുണ്ട്. അതുപോലെ മക്കൻ എന്താ പറയാറുള്ളത്? എങ്ങനെ പറയാം അറബിയിൽ? നിങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ട് പറയും. മക്ക 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 അൽ മുക്കറമ അല്ല, അതിനാണ് അറബിയിൽ ഇങ്ങനെ പറയും സക്കിൻ തസ്ലം എന്ന് പറയും. അത് ഇറാബ് അറിയില്ലെങ്കിൽ സുക്കൂനായി ആക്കുക, രക്ഷപ്പെടാം. മക്ക അൽ മുക്കറമ എന്ന് പറഞ്ഞാൽ താ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. മക്കത്തുൽ മുക്കറമ എന്നാണോ, മക്കത്തുൻ മുക്കറമ എന്നാണോ, മക്കത്തു അൽ മുക്കറമ എന്നാണോ? എന്താണ്? മക്കത്തുൽ മുക്കറമ. മക്കത്തുൽ മുക്കറമ. എന്തുകൊണ്ടാണ് മക്കത്തുൻ എന്നില്ലാത്തത്? മക്ക മംനൂ മിന സർഫ നമ്മൾ പഠിക്കും. തൻവീന് വരാൻ പറ്റാത്ത ഇസ്മുകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. മക്കത്തുൽ മുക്കറമ. പക്ഷേ മദീന ആയിരുന്നപ്പോഴോ അൽ മദീനത്തുൽ മുനവ്വറയാണ്. കാരണം അൽ മദീന മാരിഫ, അൽ മുനവ്വറ മാരിഫ. മക്കയോ, മക്ക ഓൾറെഡി മാരിഫയാണ്, മക്കൾക്ക് പിന്നെ അല്ലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മക്ക അൽ മുക്കറമ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അപ്പോൾ മാരിഫ അതൊക്കെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ അറബി ഇസ്മുകളും നക്കിറ. ഡൗട്ടൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടരാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.